വള്ളസദ്യ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, വിളമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വള്ളസദ്യ കാണാനും കേൾക്കാനും ഒക്കെ രസമാണ്. അപ്പൊ എല്ലാ വിഭവങ്ങളും വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ വിളിച്ചു ചോദിക്കുന്ന ഒരേ ഒരു അങ്ങനെ സദ്യ നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ആറന്മുള. അതെ അതെ, അങ്ങനത്തെ ഒരു സ്ഥലം. അവിടുത്തെ ഊണ് കാണാനുണ്ട്, കേൾക്കാനുണ്ട്, രുചിക്കാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് സുജിത്ത് ആറന്മുളയിലെ വിശേഷങ്ങൾ? സുജിത് സുരേന്ദ്രന്റെ കണ്ണിന് ഒരു തിളക്കം സദ്യ കണ്ടിട്ടാ. അതെ അതെ അതെ. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് എൻ്റെ 24-നോടൊപ്പമുള്ള ആദ്യ ഓണമാണ്. അത് ഇന്ന് ആറന്മുള ക്ഷേത്രത്തിലാണ്. ഇന്ന് തിരുവോണ ദിനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരുവോണ സദ്യ വിളമ്പിയിരിക്കുകയാണ്. ഒരു കാര്യം ഒന്ന് പറയാം, ഇന്ന് വള്ളസദ്യ ഇല്ല. വള്ളസദ്യയ്ക്ക് പകരം തിരുവോണത്തോണിയിൽ എത്തിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുള്ള തിരുവോണ സദ്യയാണ്. വള്ളസദ്യ ഇന്ന് നടത്തുന്നില്ല. എന്തായാലും വലിയ തിരക്കാണ് ഉള്ളത്. ഈ ഇന്നത്തെ തിരുവോണ സദ്യ കഴിക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ ആറന്മുള വള്ളസദ്യ നമ്മൾ വഴിപാടായിട്ടാണ്, ഓരോരുത്തരുടെയും വഴിപാടായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ തിരുവോണ സദ്യയും ചില ആളുകൾ വഴിപാടായിട്ടാണ് നടത്തുന്നത്. ഇന്ന് ഈ തിരുവോണ സദ്യ വഴിപാടായി നടത്തുന്ന ആളുണ്ട്. നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തോട് വിശേഷം ചോദിക്കാം. എത്ര വർഷമായിട്ട് ഇങ്ങനെ തിരുവോണ സദ്യ വഴിപാടായി നടത്തുന്നുണ്ട്? കഴിഞ്ഞ വർഷം മൂലം ചെയ്തുകൊണ്ടിരിക്കുക. വാസുദേവപിള്ള. എല്ലാ വിഭവങ്ങളും ഉണ്ട് ഈ സദ്യയിൽ. തിരുവോണ ദിനത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ വിഭവങ്ങളോടും കൂടിയാണ് സദ്യ. ഈ ഓണവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നമുക്കറിയാം, തിരുവോണത്തോണി അടക്കം എത്തുന്ന ദിവസമാണ്. തിരുവോണത്തോണി ഇന്ന് എത്തി, രാവിലെ എത്തി. അതിനുശേഷം ആ തിരുവോണത്തോണിയിൽ നിരവധി വിഭവങ്ങളോട് കൂടിയാണ് എത്തുന്നത്. ആ കാർഷിക വിഭവങ്ങളൊക്കെ തന്നെ കാട്ടൂരിലുള്ള 18 കുടുംബങ്ങളിൽ നിന്നടക്കം ശേഖരിക്കുന്ന വിഭവങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടാണ് തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യ ഒരുക്കുന്നത്. മങ്ങാട്ടില്ലത്തെ ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ ഈ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ തന്നെ ആറന്മുളയിലേക്ക് എത്തിക്കുന്നത്. നിരവധി ആചാരങ്ങൾ, ഉത്സവവുമായി ഈ ഓണക്കാലത്ത് ഓണ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷ ക്ഷേത്രം കൂടിയാണ് ആറന്മുള. മാത്രമല്ല, ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉത്രട്ടാതി വള്ളംകളി, നമുക്കറിയാം, ആ വള്ളംകളി പോലും ഈ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ തിരുവോണത്തോണിക്ക് അകമ്പടി വരുന്ന വള്ളങ്ങളുണ്ട്, ആ പള്ളിയോടങ്ങൾ അകമ്പടി സേവിച്ച് വരുമ്പോഴാണ് ഇതിനെല്ലാം ഒരുമിച്ച് കാണാൻ വേണ്ടി ആളുകൾക്ക്, ഈ ആറന്മുളക്കാർക്ക് ഒരു അവസരം ഒരുക്കുന്നതാണ് ഈ ഉത്രട്ടാതി വള്ളംകളി എന്നുള്ളതാണ്. ആ ഉത്രട്ടാതി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ഉത്രട്ടാതി ദിനത്തിൽ ഈ വള്ളംകളി നടന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഊട്ടുപുരയിൽ തിരുവോണ സദ്യ കഴിക്കുന്നതിന് വേണ്ടി വലിയ തിരക്കാണ്. ഇത് ഞങ്ങളും കഴിച്ചിട്ടായിരിക്കും മടങ്ങുക.